മഹാനടൻ മമ്മൂട്ടിക്ക് 4 തവണ ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഭൂതക്കണ്ണാടി, വടക്കൻ വീരകഥ തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ളത്. മോഹൻലാലുമായി താരതമ്യം ചെയ്യുമ്പോൾ മമ്മൂട്ടിക്ക് എപ്പോഴും 2ാം സ്ഥാനമേ കിട്ടൂ. കാരണം മോഹൻലാൽ എന്ന പ്രതിഭയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ചെയ്തു വെച്ച ചില കഥാപാത്രങ്ങൾ ഒരിക്കലും മമ്മൂട്ടിയെ കൊണ്ട് സാധിക്കില്ല. എന്നിട്ടും ചിലരൊക്കെ മോഹൻലാലിൻ്റെ അഭിനയത്തെ താഴ്ത്തി പറയുകയും മമ്മൂട്ടി നമ്പർ 1 നടനാണ് എന്നൊക്കെ അഭിപ്രായപ്പെടുകയും ചെയ്യാറുണ്ട്. സത്യത്തിൽ നടനത്തെക്കുറിച്ച് അറിയുന്നവർക്കറിയാൻ കഴിയും, മമ്മൂട്ടിയല്ല മോഹൻലാലാണ് മികച്ച നടനെന്ന്. മമ്മൂട്ടി തന്നെ തൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നിരാകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. തിയേറ്ററുകളിൽ പരാജയങ്ങളായി മാറിയ ഒരുപാട് ചിത്രങ്ങൾ മമ്മൂട്ടിയുടെ ക്രെഡിറ്റിലുണ്ട്. എന്നാൽ മോഹൻലാൽ ചെയ്ത ഒരുപാട് സിനിമകൾ വലിയ വിജയങ്ങൾ തന്നെയാണ്. മമ്മൂട്ടിയേക്കാൾ ഏറ്റവും വിജയ ചിത്രങ്ങൾ മോഹൻലാലിനാണുള്ളത്. ഏകദേശം രാജമാണിക്യം എന്ന ചിത്രം വരെ മമ്മൂട്ടി എന്ന നടനെ കൊണ്ട് തിയേറ്ററിൽ ഒരു പ്രേക്ഷകരെയും ചിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മമ്മൂട്ടിക്ക് കോമഡി വഴങ്ങില്ലായിരുന്നു. അതുപോലെ തന്നെ നൃത്തം, ഇതൊന്നും മമ്മൂട്ടിക്ക് സാധ്യമല്ലായിരുന്നു. പക്ഷേ മോഹൻലാൽ ഇതെല്ലാം ചെയ്യും. എല്ലാം തികഞ്ഞൊരു ഓൾറൗണ്ടറാണ് മോഹൻലാൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമയിലെ പ്രതിഭാസങ്ങളായ അമിതാഭ് ബച്ചനും രജനീകാന്തും മോഹൻലാലിനെ മികച്ച നടനെന്ന് പറയുന്നു.